ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലാവസ്ഥ കടുത്തു വരികയാണ്. എപ്പോഴാണ് പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാവുന്നതെന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പം തന്നെ ഞാൻ ഈ യൂട്യൂബ് ഇടുമ്പോൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മളാരും കാണാത്ത ഒരു പ്രതിഭാസമാണ് ഇന്ന് ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘവിസ്ഫോടനപരമായിട്ട് ടി വിയിൽ ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നുണ്ട്. 10-14 പേര് 10-12 പേരോളം മരണത്തിനിടയായി. ഇതൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമാണെന്ന് പലർക്കും തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല. ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുതന്നെ സംഭവിക്കുന്ന മറ്റൊരു വിഷയമാണ്. വിശ്വസിക്കുന്നത് എവിടെ നിന്നാണ് ഓക്സിജൻ കിട്ടുന്നതെന്നാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഓക്സിജൻ വരുന്നത് നമ്മളെ മരങ്ങളിൽ നിന്ന്, നമ്മളെ വീടിൻ്റെ ചെടികളിൽ നിന്ന് ഒക്കെയാണ് വരുന്നതെന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ സത്യം മറിച്ചൊന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിസ്ഥിതി ദിനങ്ങളിലൊക്കെ ചെടി കുഴിച്ചിടുന്നുണ്ട്, പലവരും ചെടി കൈമാറുന്നുണ്ട്, നല്ല ഓക്സിജൻ ലഭിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നല്ല ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടി വീടിൻ്റെ ചുറ്റുപാടും ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യം തന്നെ, ചെടികൾ ഓക്സിജൻ തരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമായ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും, മനുഷ്യന് മാത്രമല്ലല്ലോ, മറ്റ് ജീവജാലങ്ങൾക്ക് ഓക്സിജൻ വേണം. പൂച്ചയായാലും നായയായാലും ബാക്കി ഏത് ജീവജാലങ്ങളാണെങ്കിലും ഓക്സിജൻ വേണം. ഒരു നിമിഷം ഓക്സിജൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഈ ഓക്സിജൻ എവിടുന്നാണ് കിട്ടുന്നത് എന്നാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, നമുക്കാർക്കും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു ചോദ്യം. തീർച്ചയായും ചെടികളിൽ നിന്ന് ഓക്സിജൻ കിട്ടുന്നുണ്ട്. പക്ഷേ ചെടികളിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ 48-49% മാത്രമേ ഉള്ളൂ. നാം ശ്വസിക്കുന്ന ഓക്സിജൻ്റെ 48-49% ഓക്സിജൻ മാത്രമേ ചെടികൾ നമുക്ക് തരുന്നുള്ളൂ. ബാക്കിയുള്ള ഓക്സിജൻ തരുന്നത് ആരാന്നറിയോ? ഓക്സിജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം അത് കടലാണ്. കടൽ, നമ്മൾ കാണാൻ പറ്റാത്ത കടൽ. ഇപ്പം അടുത്ത കാലത്തായിട്ട് ഉഷ്ണം കൂടിയാലൊക്കെ എല്ലാവരും കടൽ തീരത്തേക്ക് പോയി അവിടെ നിന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യേക സുഖമാണ്. കാരണം നല്ല ശുദ്ധമായ ഓക്സിജൻ കടൽ തീരത്ത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നു. കുട്ടികളും ഒക്കെ ആയിട്ട് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലാണെങ്കിലും രാത്രി കാലങ്ങളിലൊക്കെ ആളുകൾ പോയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല വായു, നല്ല ശുദ്ധമായ ഓക്സിജൻ ലഭിച്ചുകൊണ്ട് അവർ ഉന്മേഷവാനുമായി തിരിച്ചിരുന്ന പ്രതിഭാസം. ഞാൻ തന്നെ പലപ്പോഴും ഈ ബേപ്പൂരുള്ള പുളിമുട്ട് പോയി നിന്ന് തിരിച്ചു വന്നാൽ വലിയൊരു ഉഷാറാണ്. കാരണം ശുദ്ധമായ ഓക്സിജൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, കാറ്റ് കൊണ്ടുപോയി ഓക്സിജൻ. എന്നാൽ ഈ ഓക്സിജൻ എങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്സിജൻ എവിടുന്ന് തുടങ്ങുന്നു ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം കടലിൽ ജീവിക്കുന്ന ചെറു ജീവികൾ. അതിൻ്റെ പേരാണ് ഫെറ്റോ പ്ലാങ്ക്ടൺ. പ്ലാങ്ക്ടൺ എന്ന് പറയും. നമ്മൾ സാധാരണ ഫെറ്റോ പ്ലാങ്ക്ടൺ എന്നാണ് അതിന് പറയാം. സൂക്ഷ്മജീവികൾ, വളരെ അതിസൂക്ഷ്മമായിട്ടുള്ള അവർ ഈ പ്ലാങ്ക്ടൺ, പിന്നെ അതുമാതിരി തന്നെ ആൽഗകൾ, പിന്നെ അതുമാതിരി തന്നെ ചെറിയ ബാക്ടീരിയകൾ, ഇതെല്ലാം ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ഓക്സിജനെ പുറത്തു വിടുന്നുണ്ട്. നമ്മൾ ചെടികൾ എന്താണോ പ്രവർത്തനം ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസ് നമുക്കറിയാവുന്നതാണ്. ചെടികൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് നമുക്കെല്ലാവരും ഓക്സിജൻ തരുന്നത് പോലെ തന്നെ കടലിലെ ഈ ഫെറ്റോ പ്ലാങ്ക്ടൺ, അതുമാതിരി തന്നെ അതിസൂക്ഷ്മമായിട്ടുള്ള ആൽഗകൾ, പിന്നെ ബാക്ടീരിയകൾ, ഇവയൊക്കെ ചെടികളിൽ നിന്ന്
ഇവയൊക്കെ പുറത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഇപ്പോൾ വാഹനങ്ങളൊക്കെ പുറത്തുനിന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, കപ്പലുകൾ പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, നമ്മൾ പുറത്തു വിടുന്ന ഓരോ വ്യവസായങ്ങൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡൊക്കെ കടലിലേക്ക് അതിൻ്റെ 50-60% എത്തിപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഇവയെല്ലാം ഓക്സിജനാക്കി മാറ്റി നമുക്ക് പുറത്തേക്ക് തരുന്ന വലിയൊരു പ്രക്രിയയാണ് ഈ ഫെറ്റോപ്ലാങ്ക്ടൺ ചെയ്യുന്നത്. ഈ ഫെറ്റോപ്ലാങ്ക്ടനാണ് യഥാർത്ഥത്തിൽ ഈ ജൈവ വൈവിധ്യം നിലനിൽക്കുന്ന, കടലിൽ ജൈവ വൈവിധ്യം നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടം തന്നെ. അത് മീനുകൾക്ക് ഭക്ഷണം നൽകുന്ന വലിയൊരു കടമ അത് ചെയ്യുന്നുണ്ട്. മീനുകൾ ഫെറ്റോപ്ലാങ്ക്ടൺ എന്ന് തീരുന്നുവോ അന്ന് മീനുകളൊന്നും കടലിൽ ജീവിക്കാൻ കഴിയില്ല. മീനുകളുടെ ഭക്ഷണമാണ് ഈ ഫെറ്റോപ്ലാങ്ക്ടൺ. മീനുകളുടെ മാത്രമല്ല, നമുക്ക് ഓക്സിജൻ തരുന്ന വലിയൊരു അതിൻ്റെ ഉറവിടവും പാടെയാണ് ഈ ഫെറ്റോപ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. ഈ ഫൈറ്റോപ്ലാങ്ക്ടൺ വളരെ ചെറിയത് മുതൽ വലുത് വരെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലിയ പായൽ രൂപത്തിലായിട്ട് കടലിൻ്റെ ഉൾഭാഗത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഫൈറ്റോപ്ലാങ്ക്ടൺ ഉണ്ട്. പിന്നെ അതുമാതിരി തന്നെ ഈ വളരെ മൈക്രോ ലെവലിൽ, വളരെ സൂക്ഷ്മമായിട്ട് മൈക്രോ ലെവലിൽ നമ്മൾ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായിട്ടുള്ള ഈ മൈക്രോ പ്ലാങ്ക്ടൺ ഉണ്ട്. ഈ മൈക്രോ പ്ലാങ്ക്ടൺ ഒരുമിച്ച് ചേർന്നിട്ടുള്ള വിവിധ മൈക്രോ പ്ലാങ്ക്ടൺ, പലതരത്തിലുള്ള മൈക്രോ പ്ലാങ്ക്ടണും വളരെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ആൽഗകൾ ഉണ്ടാവുന്നത്. ഈ ആൽഗകളാണ് ഓക്സിജൻ്റെ ഉറവിടം. ഇപ്പോൾ ഞാൻ നേരെ പായൽ പോലുള്ള മൈക്രോ പ്ലാങ്ക്ടൺ ഉണ്ട്, അതുമാതിരി തന്നെ അതിസൂക്ഷ്മമായിട്ടുള്ള മൈക്രോ പ്ലാങ്ക്ടൺ ഉണ്ട് കടലിൽ. ഇവയെല്ലാം ഒരുമിച്ച് ചേർന്നാണ് നമുക്ക് ഓക്സിജൻ നൽകുന്നത്. എന്നാൽ ഇവ ഫോട്ടോസിന്തസിസ്, കടലിലും ഫോട്ടോസിന്തസിസ് നടക്കുന്നുള്ള ഒരു പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്നത് ഈ ആൽഗകളാണ്. ഈ ആൽഗകളെ അടുത്ത കാലത്ത് ഭീഷണി നേരിടുന്നു എന്നതാണ് വലിയ പ്രതിഭാസം. അതായത് നമുക്ക് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് ഭാവിയിൽ, ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടും കാര്യമില്ല, കടലിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ അന്ന് നമ്മൾ തീർന്നു പോകും. അപ്പോൾ കടലിലെ ഓക്സിജൻ്റെ അളവ് അടുത്ത കാലത്തായി കുറയുന്നു എന്നതാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. ആ പഠനങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ നമ്മൾ കടലിലേക്ക് എത്തിപ്പെടുന്ന ഈ പ്ലാസ്റ്റിക്കുകളുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, പ്ലാസ്റ്റിക്കുകൾ കടലിലേക്ക് അവസാനമായി എത്തിപ്പെടുന്നു എന്നുള്ള കാര്യം. അങ്ങനെ എത്തിപ്പെടുന്ന പ്ലാസ്റ്റിക്കുകൾ കടലിൻ്റെ ജൈവ വൈവിധ്യത്തെ തന്നെ നശിപ്പിക്കുന്നു. ആ പ്ലാസ്റ്റിക്കുകൾ ഈ കടലിൽ ഓക്സിജനെ വലിച്ചെടുക്കുകയും, കടലിലുള്ള ഈ ഓക്സിജൻ ഈ പ്ലാങ്ക്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഓക്സിജനെ വലിച്ചെടുത്തിട്ട് ഈ പ്ലാസ്റ്റിക് വിഘടിക്കും. അങ്ങനെ നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനെ വലിച്ചെടുത്ത് പ്ലാസ്റ്റിക് വിഘടിക്കുന്നതോട് കൂടി തന്നെ ഇവ പ്ലാങ്ക്ടന് ജീവിക്കാൻ പറ്റാതായി. അപ്പോൾ പ്ലാങ്ക്ടൻ്റെ അളവ് സമുദ്രത്തിൽ ക്രമേണ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് വിവിധ പഠനങ്ങൾ കാണിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനല്ല ട്രോബോയ്സിൻ്റെ നിഗമന പ്രകാരം സൗത്ത് ഏഷ്യൻ ഭാഷകളിലും അന്റാർട്ടിക്കൻ ഭാഗങ്ങളിലും നിലവിലുള്ള പ്ലാങ്ക്ടൻ്റെ അളവ് അടുത്ത കാലത്തായിട്ട് വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് അർത്ഥം എന്താ വെച്ചാൽ നമുക്ക് സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഓക്സിജൻ്റെ അളവ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഏതായാലും ഈയൊരു വിഷയം പറയണം, വളരെ നീണ്ടുപോയി, ചുരുങ്ങിയിട്ടായിരുന്നു പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. കുട്ടികൾക്ക് പഠിക്കുക, വലിയ ആളുകൾക്ക് പഠിക്കുക, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മളെ ഗൗരവപരമായിട്ടുള്ള ഈ വിഷയത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം തന്നെ ഞാൻ പറയാണ്. ഈ നമുക്കിപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഈ മേഘവിസ്ഫോടനം. ഈ മേഘവിസ്ഫോടനം എന്തുകൊണ്ട് ഉണ്ടാവുന്നു, അതിൻ്റെ കാരണങ്ങളെല്ലാം എന്തെല്ലാമാണെന്നാണ് അടുത്ത വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏതായാലും നിങ്ങൾക്ക് അല്പമെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചെറിയ തോതിലെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രകൃതിയെപ്പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അതുമാതിരി തന്നെ ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കമൻറ്റ് വേണമെങ്കിലും ഈ ചാനലിൻ്റെ അടിയിൽ എഴുതുക. ഇത് വളരെ ഗൗരവകരമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ചാനലാണ്. വളരെ തമാശകൾ പറയുന്നില്ല, വളരെ ഗൗരവം മനുഷ്യൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വിഷയങ്ങൾ, പരിസ്ഥിതി വിഷയങ്ങൾ ഉന്നയിക്കുന്ന ചാനലുകളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടോടു കൂടി മാത്രമേ ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അകമഴിഞ്ഞ കമൻറ്റുകൾ എഴുതുക. അകമഴിഞ്ഞ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ ഇവിടെ നിലനിർത്താൻ വേണ്ടി കഴിയുള്ളൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹപൂർവ്വം സതീശൻ.